അസ്സലാമു ചിക്കൻ മജ്ബൂത്ത് ഉണ്ടാക്കിയതാണ് നിങ്ങൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അത് കണ്ടു നോക്കുക. നമ്മുടെ രണ്ട് കുക്കർ എടുത്തിരിക്കുന്നത് എന്താ വെച്ചാൽ ഒരൊറ്റ കുക്കറിൽ നമുക്ക് ആവില്ല. അതുകൊണ്ടാണ് രണ്ട് കുക്കർ എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് കുക്കർ എടുത്ത് അതിൻ്റെ മുകളിൽ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ എണ്ണ ഒഴിച്ച് കറിവേപ്പില, ഏലക്ക, കുരുമുളക് ഇതൊക്കെ എല്ലാം കൂടെ അതിനകത്തിട്ട് വാട്ടിയെടുക്കുകയാണ്. വാട്ടിയെടുത്തതിന് ശേഷം സവോള അരിഞ്ഞത് നമ്മൾ കുറേശ്ശെ രണ്ടിലും ഇട്ട് കൊടുക്കുക. രണ്ടിലും കൂടിയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് രണ്ടിലും കൂടിയിട്ട് ഇടുന്നത്. സവോള വെട്ടിയിട്ടിട്ട് ഒന്ന് ചെറുതായി വാടി വരുന്നതോടുകൂടി നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് വാടി വരുന്നവരെ ഇളക്കുക. അതിനുശേഷം നമ്മൾ നന്നായിട്ട് തീ കൊടുക്കണം. ചൂടോട് കൂടാട്ടെ ആയിക്കോട്ടെ. വാടിയതിൻ്റെ ശേഷം നമ്മൾ അതിൻ്റെ മറ്റേ ഇതിടണം. നമ്മുടെ ക്യാരറ്റ്, അതുപോലെ തന്നെ ക്യാപ്സിക്കോ അതൊക്കെ ഇടേണ്ടതുണ്ട്. അപ്പോൾ നമ്മളത് നന്നായിട്ട് വാടുന്നതായിട്ട് ഇളക്കി നമ്മളിങ്ങനെ ശരിയാക്കി എടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചൂട് നല്ല പാകത്തിനായിരിക്കണം, അടി പിടിക്കാണ്ട് നോക്കണം. കുറഞ്ഞ എണ്ണയിലാണ് നമ്മൾ ചെയ്യുന്നത്. ക്യാരറ്റ്, മുളക് അത് രണ്ടുമാണ് അടുത്തത് അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. ക്യാരറ്റ് മുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്നിങ്ങനെ നന്നായിട്ട് വാടി വരുന്നതിന് ശേഷം അതിങ്ങനെ നന്നായിട്ട് വാടി നമുക്കൊരു പരുവത്തിനാവണം. അതിൻ്റെ ശേഷം ഉണ്ടാക്കാൻ നോക്കി നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കാക്കകളും പക്ഷികളൊക്കെ വന്നിരിക്കുന്നുണ്ട്. പുറത്തിറക്കി വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ചെറുനാരങ്ങ, ഉണക്ക ചെറുനാരങ്ങ, അതേപോലെ തന്നെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അവിടെ കൊടുന്ന് ഒരുകൂട്ടി വെച്ചിട്ടുണ്ട്. അതേപോലെ മസാലപ്പൊടികൾ, ഇനി മസാലപ്പൊടിയാണ് ഇടുന്നത്. മസാലപ്പൊടികൾ ഉപ്പ്, പിന്നെ ചിക്കൻ മസാല പൗഡറും മഞ്ഞൾപ്പൊടി അതും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി നല്ല ശരിയായതിൻ്റെ ശേഷം അതിൽ നല്ലോണം ഒന്ന് വാടി കിട്ടുന്ന വരെ ഇളക്കിയതിൻ്റെ ശേഷം നമ്മൾ തക്കാളി അരച്ച് വെച്ചതുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടിയിട്ട് അരച്ചതുണ്ട്. അതും നമ്മൾ